ഹലോ. അപ്പം നമുക്ക് നമ്മുടെ മുത്തശ്ശന്മാരൊക്കെ ഉപയോഗിച്ചിരുന്ന പഴയകാല സാധനങ്ങളൊക്കെ ഒന്ന് ഓടിച്ചു വിട്ടൊന്ന് കണ്ടാലോ. പൂജ, തിരക, ചിരവ, മരവി, ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഈ കൂജ എന്ന് പറയുന്നത് നമ്മുടെ വെള്ളമൊക്കെ കുടിക്കാൻ ഉപയോഗിക്കുന്ന മഗ്ഗുണ്ടല്ലോ, അതാണ് കേട്ടോ. പിന്നെ ഇതാണ് ഉറി കേട്ടോ. പിന്നെ ചിരട്ടത്തവികൾ, മത്ത്, ഇതൊക്കെ പണ്ടൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് കേട്ടോ. ഇതാണ് മത്ത്, നമ്മുടെ തൈരൊക്കെ ഉടയ്ക്കുന്നത് മത്ത് വെച്ചിട്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ പുട്ടുകുറ്റി, പഴയകാലത്ത് പുട്ടുകുറ്റിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അടച്ചുകുറ്റി, ഭരണി, പണ്ടത്തെ സാധനങ്ങളെല്ലാം കൂടുതലും മണ്ണും അതുപോലെ തന്നെ മരത്തടികളൊക്കെ വെച്ച് ഉപയോഗിച്ച് കൂടുതലും ഉണ്ടാക്കിയിരുന്ന സാധനങ്ങളൊക്കെ. പിന്നെ ഇത് പഴയ അടുപ്പൊക്കെയാണ് കേട്ടോ. ഇപ്പം ഇങ്ങനെ പുതിയ വീടുകളിലൊന്നും കാണാറില്ല. പിന്നെ കുട്ട, മുറം, വട്ടി, പലതരത്തിലുള്ള മുറങ്ങളും പാത്രങ്ങളൊക്കെ പോലെയൊക്കെ ഉപയോഗിക്കാനൊക്കെ എടുക്കുന്ന കുറേ ഇതുണ്ട് കേട്ടോ. ഇതൊക്കെ ഓല വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഇത് പഴയ റേഡിയോയാണ്. അതും കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള കാലഘട്ടത്തിലുള്ള സാധനങ്ങളൊക്കെയാണ്. കാരണം ന്യൂസൊക്കെ കേൾക്കാനൊക്കെ ഈ റേഡിയോ വഴിയൊക്കെയാണ് കേട്ടുകൊണ്ടിരുന്നത്. നമ്മൾക്ക് ഇപ്പം മൊബൈലിലൊക്കെ എല്ലാം കേൾക്കുന്നത്. മൊബൈൽ, ഫോണ്, ടെലിവിഷനുണ്ട്, അങ്ങനെ. ഇത് പഴയ കാലത്തെ ക്ലോക്കൊക്കെയാണ്. പിന്നെ ഇതാണ് ഉരളും ഉലക്കി. പണ്ട് അരി പൊടിച്ചതും മുളക് പൊടിച്ചതും എല്ലാം അതിൻ്റെ അകത്താണ്. ഏറ്റവും മണ്ടൊക്കെ ഇരിക്കുന്നത് ഈ പറയും നാഴികളും ഒക്കെയാണ്. ഈ അരിയൊക്കെ അളക്കാനൊക്കെ എടുക്കുന്നതാണ് കേട്ടോ. നമ്മളിപ്പം ഗ്ലാസ്സിലെടുക്കുന്നത്. പിന്നെ ഇതാണ് വിത്തൂറ്റി. പിന്നെ മഴു, കലപ്പ, ഓലക്കുട, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്. പിന്നെ മീൻ പിടിക്കാനൊക്കെ ഉപയോഗിച്ചിരുന്ന ഈ സാധനത്തിൻ്റെ പേര് ഒറ്റാലെന്നാണ് കേട്ടോ. പിന്നെ പഴയ ടെലിഫോണും ഗ്രാമഫോണും ഒക്കെയുണ്ട്. പാട്ട് കേട്ടുകൊണ്ടിരുന്ന സാധനത്തിൻ്റെ പേരാണ് ഗ്രാമഫോണ്. എനിക്ക് എല്ലാ സാധനത്തിൻ്റെ പേരുകളൊന്നും അറിയത്തില്ല കേട്ടോ. പല കാര്യങ്ങളും ഞാൻ ഇപ്പോഴാദ്യമായിട്ട് കാണുന്നതാണ് കേട്ടോ. പിന്നെ ഇത് കണ്ടിട്ടുണ്ട്. ഇത് എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. ഇത് നമ്മുടെ പണപ്പെട്ടിയാണ് കേട്ടോ. പണവും സ്വർണങ്ങളും ഒക്കെ പണ്ട് വെച്ചിരുന്നതൊക്കെ ഇതിൻ്റെ അകത്തായിരുന്നു. പണ്ടത്തെ സ്വിച്ച് ബോർഡ് അവിടെ ഇരിക്കുന്നതുണ്ടോ. ഒത്തിരി കാര്യങ്ങൾ ഏതായാലും ഇവിടെ വന്ന് പേരൊക്കെ ഒന്ന് കാണാൻ, സാധനം എന്തുവാന്നൊക്കെ ഒന്ന് അറിയാനൊക്കെ ഒന്ന് പറ്റി ഇവിടെ വന്നേ. പിന്നെ ഇത് ചോറ്റുപാത്രവും ഇഡലി പാത്രവും പിന്നെ അവർക്ക് തുപ്പുന്ന പാത്രവും കിണ്ടിയും വെള്ളം കുടിക്കുന്ന പാത്രവും, അങ്ങനെ കുറേ പാത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇത് ടൈപ്പ് റൈറ്റർ. ഇതൊക്കെ ഞാൻ